നമ്മുടെ ചുറ്റുമുള്ള പഞ്ചഭൂതങ്ങളുടെ ശക്തി ഇവിടെ ഒരുക്കൂട്ടിയിട്ട് അത് എല്ലാ ഭാഗത്തേക്കും വ്യാപിപ്പിക്കുക. 7 വിളിപ്പാട് അകലയിലേക്ക് ആ ശക്തി പരക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. വിവാഹത്തിന് ശേഷം കളരിയിൽ വന്ന് ജോയിൻ ചെയ്തതിന് ശേഷം അദ്ദേഹം തന്നെയാണ് ഗുരു. ഉപാസന മന്ത്രവും ദീക്ഷയൊക്കെ തന്നത് അദ്ദേഹം തന്നെയാണ്. 12 കളങ്ങളാണ് പരിചയ രൂപത്തിൽ, വാളും പരിചയ രൂപത്തിൽ വെച്ചാണ്. 12 ദേവതകളാണ് അതിൽ വന്നിരിക്കുക. എനിക്ക് തോന്നുന്നു ലോക സിനിമയിൽ നീലിയായി എത്തി നമുക്ക് എല്ലാവർക്കും സുപരിചിതയാണ് ദുർഗ. അപ്പോൾ ഇത്തരം ചടങ്ങുകളിൽ ഇരിക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്നൊരു അനുഭവം അല്ലെങ്കിൽ ആ അനുഭൂതി എങ്ങനെയാണ് ദുർഗ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എനർജി നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അഭ്യാസ പ്രകടനം കണ്ടപ്പോഴും പൂജാ രീതികൾ കണ്ടപ്പോഴും നമ്മളിത് ഇന്ന് വരേക്കും എവിടെയും കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ല. നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ പോലും അവർക്ക് പോലും വ്യക്തമായ അറിവില്ല. കേരളത്തിലെ പൊതുജനങ്ങൾക്കായി ആദ്യമായി കളരി അക്ഷരക്കാൽ പൂജ നടക്കുന്ന യജ്ഞശാലയ്ക്ക് മുന്നിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. എന്താണ് കളരി അക്ഷരക്കാൽ പൂജയെന്നും എന്തൊക്കെയാണ് അതിൻ്റെ വിശേഷങ്ങളെന്നും നമുക്കൊന്ന് നോക്കി നോക്കാം. സാധാരണ അക്ഷരങ്ങൾക്ക് 4 വിഭാഗങ്ങളാണ്. മാതൃക, അക്ഷരം, വർണ്ണം, ലിപി. 4 വിഭാഗങ്ങളാണ് നമ്മൾ ഉച്ചരിക്കുമ്പോൾ ഉണ്ടാകുന്നത്. അതിൽ 4 തരത്തിലുള്ള പ്രയോഗങ്ങളും കാണാറുണ്ട് സാധാരണ. അപ്പോൾ അതിൽ വിശേഷമായിട്ട് അക്ഷരമാണ് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ വിധാനം വളരെ കുറച്ച് പേർക്ക് ഉണ്ടെങ്കിലും പുറത്ത് സാധാരണ വരാറില്ല. ഞാൻ പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു പുതിയതായിട്ടുള്ള പരമ്പരകൾ ഇങ്ങനെ ഉണ്ടെന്നെങ്കിലും നാട്ടിൽ അറിയണമെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് പറയുകയും കുറച്ച് ദിവസങ്ങൾ അതിൻ്റെ പുറകിൽ നിന്നിട്ടാണ് ഇങ്ങനത്തെ ഒരു സെക്ഷൻ ഉണ്ടാക്കിയത്. ഈ വിഷയങ്ങൾ എന്താണ് ചെയ്തതെന്നെല്ലാം അദ്ദേഹം തന്നെ പറയും. കാരണം ആശാൻ നിൽക്കുമ്പോൾ ആ സ്പെഷ്യലി ആചാരം നിൽക്കുന്ന സമയത്ത് ഞാൻ പറയുന്നത് ശരിയല്ല. അതുകൊണ്ട് അദ്ദേഹം അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയും. ഇത് യുദ്ധമുറ സമ്പ്രദായമാണ് കളരി. യുദ്ധമുറ സമ്പ്രദായം, പാണ്ഡവശൈലിയിലെ യുദ്ധമുറ സമ്പ്രദായത്തിലെ പഞ്ചഭൂതങ്ങളെ, അതായത് നമ്മുടെ ചുറ്റുമുള്ള പഞ്ചഭൂതങ്ങളുടെ ശക്തി ഇവിടെ ഒരുക്കൂട്ടിയിട്ട് അത് എല്ലാ ഭാഗത്തേക്കും വ്യാപിപ്പിക്കുക. 7 വിളിപ്പാട് അകലയിലേക്ക് ആ ശക്തി പരക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത് സങ്കല്പ ധ്യാന പ്രകാരമാണ് ഇത് ചെയ്തു വന്നിരുന്നത്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ സാധാരണ ആൾക്കാരിലേക്ക് എത്താനും ഇതിൻ്റെ ഊർജ്ജം, ഇതിൻ്റെ സുഖം അനുഭവിക്കാനും വേണ്ടി എന്നോട് ആചാര്യൻ പറയലുണ്ടായി. അപ്പോൾ അത് പ്രകാരം അതിനുവേണ്ടി ഏതെല്ലാം കാര്യങ്ങളാണ് പുറത്തേക്ക് വന്ന ആൾക്കാർക്ക് ഹിതകരമാകുക, ഗുണകരമാകുക എന്നുള്ളത് നോക്കി മനസ്സിലാക്കി അതിനെ ചിട്ടപ്പെടുത്തി ഇതിൻ്റെ 4-ൽ 1 അംശം മാത്രമാണ് ഇപ്പോൾ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. സാധാരണ ഓരോ ചക്രപ്രകാരവും ഇപ്പോൾ വിശുദ്ധി ചക്ര 16 ഇതള് ആണെന്നുണ്ടെങ്കിൽ അതിൽ 15 സ്വരാക്ഷരങ്ങളും ഒരു പ്രണവും ചേർത്ത് അങ്ങനെ ഓരോ കണക്ക് പ്രകാരമാണ് ഇവിടെ അവതരിപ്പിച്ചാണ്. ഓരോ അക്ഷരത്തിനും ഓരോ കളം ചവിട്ടി ഓരോ തരത്തിൽ അവതരിപ്പിച്ച് അങ്ങനെ 51 പ്ലസ് ഓംകാരം കൂടിയാണ് സാധാരണ ഇത് അവതരിപ്പിക്കുക. ഇത് 3 തരത്തിലാണ് ചെയ്യുക. ആദ്യം നമ്മുടെ എല്ലാ ആൾക്കാരുടെയും ഇവിടെയുള്ള ഇനി പുറമേയുള്ള ഞാൻ പറഞ്ഞു 7 വിളിപ്പാട് അകലെയുള്ള ആൾക്കാരുടെ എല്ലാവരുടെയും ഗുരുക്കന്മാരുടെയും അതുപോലെ പിതൃക്കൾക്കും ശൈവം ശിവൻ സങ്കല്പത്തോടു കൂടിയിട്ടാണ് ഒരു ഭാഗ പൂജ നടക്കുന്നത്. രണ്ടാമത്തത് അതായത് കളരിയിൽ നിവസിക്കുന്ന ദേവതകളുടെ 9 ദേവതകളാണ് അവിടുത്തെ കളരിയിൽ നിവസിക്കുന്നത്. അതിൽ 3 ദേവസങ്കല്പം കൂടി ചേർന്ന് 12 പേര്, 12 കളങ്ങളാണ് പരിചയ രൂപത്തിൽ, വാളും പരിചയ രൂപത്തിൽ വെച്ചാണ്. 12 ദേവതകളാണ് അതിൽ വന്നിരിക്കുക. ഈ 12 ദേവതകളും ഞാൻ നേരത്തെ പറഞ്ഞ ഗുരുസ്ഥാനത്ത് ഇരിക്കുന്ന പിതൃക്കൾ, ഗുരു അതിൽ വന്ന് ലയിച്ച് അടുത്തത് തൊട്ടപ്പുറത്ത് ഭുവനേശ്വരി സങ്കല്പത്തിലും പിന്നെ കളരിയുടെ മെയിൻ അധിപയായിട്ടുള്ള ദേവതാ സങ്കല്പത്തിലും അതിനപ്പുറത്ത് വൈദ്യദേവത, വാഗ്ദേവത എന്നുള്ള അക്ഷരദേവത അല്ലെങ്കിൽ വൈദ്യം ആ സങ്കല്പത്തിലും അങ്ങനെ 4 സങ്കല്പപ്രകാരമാണ് ഇന്നിവിടെ പൂജ ചെയ്തിട്ടുള്ളത്. ഇതിൽ പകുതിയോളം സങ്കല്പധ്യാന പ്രകാരം പകുതിയോളം മാത്രമാണ് വസ്തുക്കൾ വെച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്.
ഇപ്പോൾ പൂജയിൽ ആദ്യം ഞാൻ പറഞ്ഞു പഞ്ചഭൂതങ്ങളെ ഉണർത്തി പ്രകൃതിയിലുള്ള ചുറ്റും നമുക്ക് ചുറ്റുള്ള പഞ്ചഭൂതങ്ങളെല്ലാം ഇത്രയും ശക്തികളിലൂടെ അതായത് സ്ത്രീ പുരുഷൻ അർദ്ധനാരി സങ്കല്പത്തിലിരുന്ന് അതിനെ ഉണർത്തി നമുക്ക് ചുറ്റും വലയം പ്രാപിച്ചതിന് ശേഷം നമുക്ക് ചുറ്റുമുള്ള എനർജി അതായത് ഊർജം ഉണർത്തിയതിന് ശേഷം അതിലേക്ക് 108 കൂട്ട് ഔഷധങ്ങൾ ഹോമിച്ച് അതിൻ്റെ ശക്തി വർദ്ധിപ്പിക്കും. അപ്പോൾ ഈ നടന്ന ഈ കർമ്മത്തിൽ ഇതിന് ചുറ്റും നിന്ന് ഏകാഗ്രമായി ശ്വസിക്കുന്ന ആൾക്കാർക്ക് സർവ്വവിധ സൗഖ്യങ്ങളും ഔഷധങ്ങളായതുകൊണ്ട് ഒരുവിധം ആരോഗ്യത്തിനും പിന്നെ എന്താ പറയുക അപകടകരമായിട്ടുള്ള അസുഖങ്ങൾ വരെ ശമനം ലഭിക്കും എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ശാസ്ത്രം. അപ്പോൾ അതിന് ഞങ്ങൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. എല്ലാ സൗകര്യങ്ങളും ഇവിടുന്ന് ഒരുക്കി കൂട്ടി തന്നു. അടുത്ത തവണ ഇതിൻ്റെ അക്ഷരക്കളങ്ങളും കൂടി ചവിട്ടാനുണ്ട്, ചുവടുകളുണ്ട് ഇതിന്, അതും കൂടി ചവിട്ടി അടുത്ത തവണ പൂർണ്ണമായിട്ടും കുറച്ചും കൂടി സൗകര്യം എടുത്തുകൊണ്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹം കൂടി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാവരും അനുഭവിക്കുക. അവിടെ നേദിച്ചതിൻ്റെ ഹോമിച്ചതിൻ്റെ പ്രസാദം ഇരിക്കുന്നുണ്ട്. ആ പ്രസാദം നിങ്ങൾക്ക് എണ്ണയിൽ വെച്ച് എണ്ണ കുറച്ച് നേരം തിളപ്പിച്ച് ആ എണ്ണ ദേഹത്ത് ഒന്നും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രധാന തന്തുക്കളിൽ മാത്രം ചെയ്താൽ മാത്രം നമുക്ക് സർവ്വവിധ സുഖങ്ങളും ലഭിക്കും എന്നുള്ളതാണ് ശാസ്ത്രം. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. ഇവിടെ ചുറ്റും കൂടിയിരിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും എല്ലാ ആരോഗ്യങ്ങളും ഉണ്ടാവട്ടെ. ഞങ്ങളുടെ എല്ലാവിധ പ്രാർത്ഥനകളും നൽകണം. കൈക്കൊട്ടിക്കൂപ്പി കൈക്കകം നോക്കി വലതു വെള്ള ഉറുവിയിൽ തൊട്ട് ഗജതുമ്പിയിൽ നൂഴ്ന്നിറങ്ങി ഗജവടിവിൽ അമർന്ന് വലതെടുത്ത പക്ഷിക്കാലിൽ നിന്ന് ഇടത് കാലൊടച്ച് മത്സ്യവടിയിൽ അമർന്ന് വലത്തിറക്കി എടുത്ത് അർദ്ധോദരമുയർത്തി നൂഴ്ന്നിറങ്ങി സിംഹത്തിൽ പതിഞ്ഞുയർന്ന് മുട്ടൂത്തി ഭൂമിയണങ്ങി ഗുരുവന്ദനം ഉയർന്നു മുൻചുവടിൽ അങ്കാടകം സമപാദത്തിൽ നിന്ന് കൈകൊട്ടിക്കൂപ്പി കൈക്കകം നോക്കി ഇടതു വെള്ള ഉറുവിയിൽ തൊട്ട് ഗജതുമ്പിയിൽ നൂഴ്ന്നിറങ്ങി ഗജവടിവിൽ അമർന്ന് വലതെടുത്ത പക്ഷിക്കാലിൽ നിന്ന് ഇടതുകാലൊറച്ച് മത്സ്യവടിയിൽ അമർന്ന് ഇടത്തിറക്കി എടുത്തർദ്ധോദരമുയർത്തി നൂഴ്ന്നിറങ്ങി സിംഹത്തിൽ പതിഞ്ഞുയർന്നു സമപാദത്തിൽ നിന്ന് വലതുവെള്ള ഉറുവിൽ തൊട്ട് ഗജതുമ്പിയിൽ നൂഴ്ന്നിറങ്ങി ഗജവടിയിൽ അമർന്ന് വലതെടുത്ത പക്ഷിക്കാലിൽ നിന്ന് ഇടതുകാലൊറച്ച് മത്സ്യവടിയിൽ അമർന്ന് വലത്തിറക്കി എടുത്ത് അർദ്ധോദരമുയർത്തി നൂഴ്ന്നിറങ്ങി സിംഹത്തിൽ പതിഞ്ഞുയർന്നു മുട്ടൂത്തി ഭൂമിയണങ്ങി ഗുരുവന്ദനം ഉയർന്ന് മുൻചുവടിൽ അങ്കാണുക്കം
കളരി അക്ഷരക്കാല ആചാരത്തിൻ്റെ ആചാര്യസ്ഥാനത്തുണ്ടായിരുന്ന വിനോദ് പ്രഭാകരും കുടുംബവുമാണ് നമുക്കൊപ്പം ചേരുന്നത്. വിനോദ്ജി നമസ്തേ. ആദ്യമായിട്ടാണോ ഇത്തരം ഒരു കർമ്മം ഇങ്ങനെ ഒരു പൊതുവേദിയിൽ ചെയ്യുന്നത്? അതെ, തീർച്ചയായിട്ടും. ഇത് കളരിയിലെ ഒരു രഹസ്യ സമ്പ്രദായം പോലെ ചെയ്താർന്നതാണ്. അപ്പോൾ പാരമ്പര്യമായിട്ട് തലമുറകൾ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ അതേപോലെ ആവർത്തിച്ചു പോരുമായിരുന്നു. അപ്പോൾ ഇങ്ങനൊരു സമയത്ത് നമ്മുടെ ഈ ഒരു മഹാമാക്കം എന്നുള്ള മഹോത്സവം വന്ന സമയത്ത് എന്നോട് ആചാര്യനും അതുപോലെ ജയരാജേട്ടനും പറഞ്ഞു, ഇത്രയും കാര്യങ്ങൾ സാധാരണ ജനങ്ങൾക്കും കൂടി ഇതിൻ്റെ ശക്തിയും ഇതിൻ്റെ ഗുണങ്ങളും ലഭിക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ നല്ല എന്താണെന്നുള്ളത് അതിൻ്റെ കൃത്യമായിട്ടുള്ള വശങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് പുതിയ തലമുറകൾ വരട്ടെ. കളരി എന്ന് പറഞ്ഞ അഭ്യാസങ്ങളും മാത്രമല്ലാതെ ജീവിത ശൈലികളും ഊർജ്ജങ്ങളെ കൈകാര്യം ചെയ്യുന്ന രീതികളും എല്ലാം സമന്വയിപ്പിച്ച് ചെയ്യുന്ന ഒരു ഇതാണ്. അപ്പോൾ അത് കൂടുതൽ ആൾക്കാർക്ക് അറിയില്ല എന്നുള്ളൊരു ഇത് വന്നപ്പോഴാണ് ഞങ്ങളിതിന് തയ്യാറായത്. അപ്പോൾ സങ്കല്പധ്യാനത്തിലൂടെയാണ് കളരിയിൽ ഇത് ചെയ്തുകൊണ്ടിരുന്നത്. സങ്കല്പധ്യാനം എന്ന് പറഞ്ഞാൽ എല്ലാം സങ്കല്പത്തിലൂടെയാണ് എല്ലാം കൊടുത്തിരുന്നത്. അപ്പോൾ ഒരു 3 മണിക്കൂറോ 4 മണിക്കൂറോ ഒരേ രീതിയിൽ സങ്കല്പത്തിൽ ഇരിക്കലായിരുന്നു. അപ്പോൾ അതിന്ന് ഇന്ന് നമുക്ക് കാഴ്ചയ്ക്ക് ഉതകുന്ന തരത്തിൽ അല്ലെങ്കിൽ മനസ്സിലാകുന്ന തരത്തിലേക്ക് ഇത് കൊണ്ടുവരാൻ വേണ്ടി എന്നെ എല്ലാവരും വളരെയധികം സഹായിച്ചു. അത് ചിട്ടപ്പെടുത്തി കുറഞ്ഞ സമയം കൊണ്ട് അത് പുറത്തേക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ ചിട്ടപ്പെടുത്തി വളരെ ചെറിയൊരു ഭാഗം ഇവിടെ അവതരിപ്പിക്കുകയാണ് ചെയ്തത്. എത്രത്തോളം മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നു ഈ ഒരു ആചാരം പൊതുവേദിയിലേക്ക് കൊണ്ടുവരുമ്പോൾ? ഒരുപാട് മാറ്റങ്ങൾ വരുത്തി, ഇനിയും വരുത്താനുണ്ട്. ഇപ്പോഴും ഇതിൽ അക്ഷരങ്ങളുടെ കളങ്ങൾ ചവിട്ടിയിട്ടില്ല. അക്ഷര കളങ്ങളൊന്നും ഇതിൽ ഇവിടെ രൂപത്തിലാണോ വരിക? അത് ചുവടുകളായിട്ടാണ്? സമ്മിശ്ര രൂപത്തിലാണ് വരിക. ചുവടുകൾ വരുന്നുണ്ട്, ചുവടുകൾ അഴഞ്ഞിട്ട് ലാസ്യം നൃത്തത്തിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഉറച്ച ചുവടുകളും ഉയർന്ന ചുവടുകളും മലക്കങ്ങളും എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ വരുമ്പോൾ കുറച്ചുകൂടി വീര്യം കൂടിയിട്ടുള്ള രീതിയിലായിരിക്കും അല്ലേ? സാധിക്കട്ടെ എന്ന് കരുതുന്നു. പിന്നെ ഒരുപാട് ഗുരുക്കന്മാർ ഇപ്പോൾ ഇന്ന് വന്നപ്പോൾ കളരിയിലെ ഒരുപാട് ഗുരുക്കന്മാർ പലതരം സമ്പ്രദായങ്ങൾ ചെയ്യുന്ന ഇതേപോലെ ഒരുപാട് കഴിവുകളുള്ള ഗുരുക്കന്മാരെ കാണാൻ സാധിച്ചു. ഒട്ടും പ്രതീക്ഷയില്ല. അതൊക്കെ ഞങ്ങൾക്കൊരു ശക്തി പകർന്നു കിട്ടി. അപ്പോൾ ഞങ്ങൾ വളരെ കുറച്ച് തുച്ഛമായിട്ടുള്ള അറിവുകളാണ്, ആ അറിവുകൾ പരമാവധി ഞങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്നേക്കാണ്. ഇപ്പം നമ്മൾ ഈ ആചാരം കാണുന്ന നേരത്ത് ഒരുപാട് പേര് ചുറ്റും ഇരുന്ന് ചെയ്യുന്നതും ഒപ്പം തന്നെ ഒരു യാഗകുണ്ടത്തിന് ചുറ്റും അങ്ങയും വൈഫും കുഞ്ഞും കൂടി ഇരുന്ന് ചെയ്യുന്നതും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതെന്താണ്? രണ്ട് രീതിയിൽ എങ്ങനെയാണ്? ആദ്യത്തെ രീതി പുറത്തേക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ആദ്യത്തെ രീതിയിൽ 12 ആയുധങ്ങൾ പരിചയങ്ങളും വാളുകളും വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കളരിയിലെ അധിപകളായിട്ടുള്ള ദേവതകളുടെ നിവാസങ്ങൾ, അവരുടെ ഇരിപ്പിടങ്ങളാണത്. അപ്പോൾ അവരേനെ അതിലേക്ക് ആനയിച്ച് ഇരിപ്പിക്കുമ്പോൾ ഓരോരുത്തർക്കും അവരേനെ പൂജിക്കാനോ ഓരോ സ്ഥാനങ്ങൾ. പുതിയ കുട്ടികളാണ്, അവർക്ക് അതിൻ്റെ ഒരു പ്രധാനമായിട്ടുള്ളൊരു ഭാഗം മാത്രമേ അവർക്ക് അറിയുള്ളൂ. അപ്പോൾ അവരേനെ ആ ഒരു ഊർജ്ജത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബാക്കിയെല്ലാം ഞാനാണ് നിയന്ത്രിച്ചിരുന്നത്. അപ്പോൾ അതൊരു ഭാഗം. അത് കഴിഞ്ഞ് അടുത്തത് സാധാരണ ഈ പ്രഭാവത്തിലേക്ക് കൂടുതൽ ശക്തി പകരാനായിട്ട് അതിലേക്ക് എള്ള്, അതുപോലെ തന്നെ നെയ്യ്, പിന്നെ ഔഷധം 101 കൂട്ട് ഔഷധങ്ങൾ ചേർത്തിട്ട് അത് അതിലേക്ക് സമർപ്പിച്ച് 7 വെളിപ്പാട് അകലയിലേക്ക് ഇതിൻ്റെ ഗുണങ്ങൾ പ്രഭാവങ്ങൾ പരക്കാൻ വേണ്ടിയിട്ട് ചെയ്ത് അങ്ങനെയാണ് 2 ഭാഗമായിട്ട് ചെയ്യണം. പിന്നെ ഇത് എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കില്ല. എൻ്റെ അർത്ഥം എന്നുള്ള തരത്തിൽ എൻ്റെ ഭാര്യ, പിന്നെ അവിടെ കളരിയിലെ സ്ത്രീ പ്രാധാന്യമുള്ള കളരിയാണ്. 9 ദേവതാ സങ്കല്പത്തോട് കൂടിയിട്ടുള്ള അഗ്നികോണിലാണ് ദേവതാ സങ്കല്പം. പിന്നെ അത് കഴിഞ്ഞാൽ കന്നിമൂല സ്ഥാനത്ത് 5 ദേവതകളുണ്ട്. ഗുരു അതിൻ്റെ അടുത്ത് ഗുരുസ്ഥാനുണ്ട്. പിന്നെ വടക്ക് പടിഞ്ഞാറ് മൂലയിൽ ഗരുഡനും അതുപോലെ തന്നെ ഹനുമാൻ സ്വാമി, അങ്ങനെയാണ്. അപ്പോൾ അവിടുത്തെ കളരി കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു രീതിയാണ്. അപ്പോൾ അവിടെ സ്ത്രീകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. അവിടെ ദക്ഷിണ വയ്ക്കാനോ കാര്യങ്ങളൊക്കെ പുതിയ ആൾക്കാർ ഇറങ്ങാൻ വരുമ്പോൾ സ്ത്രീ സാന്നിധ്യത്തോട് കൂടിയിട്ടാണ്. അപ്പോൾ അതിൽ ഇപ്പോൾ മോള്, അതല്ലെങ്കിൽ ഭാര്യ, അല്ലെങ്കിൽ അമ്മ, അതല്ലെങ്കിൽ പിന്നെ കളരിയിൽ അടുത്ത് നിൽക്കുന്ന അടുത്ത സ്ത്രീ എന്നുള്ളൊരു തരത്തിൽ. അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് ഈ ഒരു സങ്കല്പത്തിൽ എൻ്റെ വാമഭാഗത്ത് ഭാര്യയും കൂടി ഉൾപ്പെടുത്തിയിട്ട് ചെയ്തിട്ടുള്ളത്. ബാലാനന്ദസ്വാമികൾ ഓരോ ദിവസം ഓരോ പൂജകളും യാഗങ്ങളും കൊണ്ട് ഇവിടെ വരുന്നവരെല്ലാം ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇത്? തീർത്തും നമ്മൾ ഇവരുടെ അഭ്യാസ പ്രകടനം കണ്ടപ്പോഴും പൂജാ രീതികൾ കണ്ടപ്പോഴും നമ്മളിത് ഇന്ന് വരേക്കും എവിടെയും കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ല. നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ പോലും അവർക്ക് പോലും വ്യക്തമായ അറിവില്ല. അപ്പോൾ എങ്ങനെയാണ് ഇത്തരത്തിലുള്ളൊരു ചിട്ടയിലേക്ക് എത്തിച്ചേർന്നത്? നമുക്ക് കൊടുങ്ങല്ലൂർ കളരി ഉൾപ്പെടെയുള്ള കളരികളിൽ ശരിക്കും അകം കളരി, പുറം കളരി എന്ന അക്ഷര കളരികളുണ്ട്. ഇന്ന് കേരളത്തിലുണ്ടായിരുന്ന ശരിക്കും തന്ത്രത്തിലാണെങ്കിലും അക്ഷരക്കളരികളെല്ലാം നഷ്ടപ്പെട്ടു. ശരിക്കും അതിൽ 4 വിഭാഗങ്ങളുണ്ടായിരുന്നു. ശരിക്കും മന്ത്രോദ്ധാര പദ്ധതിയിൽ
മാതൃകാന്യാസം, അക്ഷരന്യാസം, വർണ്ണന്യാസം, ലിപിന്യാസം എന്ന് പറഞ്ഞ 4 വിഭാഗങ്ങളുണ്ടായിരുന്നു. എനിക്കൊന്ന് മാതൃകാന്യാസം അറിയുന്നവരാകെ 2-3 പേര് മാത്രമേ ഇന്ന് കേരളത്തിലുള്ളൂ. നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അക്ഷരക്കളരികളും മാറിക്കഴിഞ്ഞു. ഇപ്പോൾ ഉള്ളതാകെ ക്രിയാഭാഗം മാത്രമാണ്, അതായത് ഒരു പ്രകടനം മാത്രമാണ്. അപ്പോൾ അതിനെ റീകൺസ്ട്രക്റ്റ് ചെയ്തില്ലെങ്കിൽ കളരി എന്നത് വെറും ആയുധാഭ്യാസം മാത്രമായിട്ട് മാറും. അപ്പോൾ അതിനെ റീകൺസ്ട്രക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കേണ്ടായിരുന്നത്. അപ്പോൾ അങ്ങ് നോക്കിയാൽ അറിയാൻ പറ്റും, ഈ ദിവസങ്ങളെല്ലാം വന്നിരിക്കുന്നത് നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന സാധനങ്ങളെയാണ്. ഇപ്പോഴും നഷ്ടപ്പെട്ടിട്ടില്ല. നമ്മളൊന്ന് ഒത്തുപിടിച്ചാൽ അത് തിരിച്ചു കൊണ്ടുവരാനേ പറ്റുള്ളൂ. അപ്പോൾ ആനന്ദൻ ഭാരതീരത്ത് ഞാൻ പറഞ്ഞതാണ്, എല്ലാ പൂജകളും സ്ഥിരമായി കാണുന്നതിന് പകരം നഷ്ടപ്പെട്ട പോയ സാധനത്തെ നമുക്ക് ഒരുമിച്ച് കൂട്ടണമെങ്കിൽ ഇങ്ങനെ സ്ഥലങ്ങളിലേ സാധ്യമാവും. എനിക്ക് തോന്നുന്നു ഇനി അടുത്ത പ്രാവശ്യം ഇത് ചെയ്യാനായിട്ട് എല്ലാവരും ഇവരോട് തന്നെ പറയും, എൻ്റെ ആവശ്യമില്ല. അപ്പോൾ ആദ്യത്തെ ഒരു ഇൻട്രൊഡക്ഷനാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രധാനം. എനിക്ക് തോന്നുന്നു ഐ ഹാഡ് ഡൺ ഇറ്റ്. തീർച്ചയായിട്ടും. ഇനി നമുക്കൊപ്പം ദുർഗയുണ്ട്. എനിക്ക് തോന്നുന്നു ലോക സിനിമയിൽ നീലിയായി എത്തി നമുക്ക് എല്ലാവർക്കും സുപരിചിതയാണ് ദുർഗ. എങ്ങനെയാണ് ഈ ഒരു കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ്, അപ്പോൾ ഇത്തരം ചടങ്ങുകളിൽ ഇരിക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്നൊരു അനുഭവം അല്ലെങ്കിൽ ആ അനുഭൂതി എങ്ങനെയാണ് ദുർഗ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എനർജി നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് തന്നെ. അപ്പോൾ എന്തിൻ്റെ ഉള്ളിലേക്ക് തന്നെ കയറിയ പോലെയുണ്ട് ആ എനർജി മൊത്തത്തിൽ നിൽക്കുമ്പോൾ. പിന്നെ ഹോമകുണ്ടത്തിലേക്ക് ഓരോന്ന് ചെയ്യുമ്പോൾ അതിലത്തെ മരുന്നുകളുടെ മനം ആസ്വദിക്കുമ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ എന്തുകൊണ്ട് ശരീരത്തിൽ നിന്ന് ഇങ്ങനെ ഒഴിഞ്ഞു പോണ പോലെയൊക്കെയാണ് തോന്നാറ്. എന്തായാലും മൊത്തം നല്ല എനർജിയാണ് തോന്നിയത്. ഇപ്പോൾ നമുക്കറിയാം സിനിമയിലൊക്കെ വന്നതിന് ശേഷം ചെറുതായിട്ട് സെലിബ്രിറ്റി കൂടിയാണ്. അപ്പോൾ ഇത്തരം കളരിയൊക്കെ ആയി പുറത്തേക്കൊക്കെ പോകുമ്പോൾ ആളുകളൊക്കെ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നതൊക്കെ? ആളുകൾ എല്ലാവരും വന്നിട്ട് ഫോട്ടോ എടുക്കാറുണ്ട്. പിന്നെ കുറേ പേര് ബ്ലെസ്സിങ്സ് തരാറുണ്ട്. അങ്ങനെ ഇനി അദ്ദേഹത്തിൻ്റെ പത്നിയുണ്ട് നമുക്കൊപ്പം. എങ്ങനെയാണ് ആചാര്യസ്ഥാനത്ത് തന്നെയാണ് ചേച്ചിയും ഇരുന്നത്, അപ്പോൾ ആ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ദേവിയുടെ അനുഗ്രഹം ലഭിച്ചുകൊണ്ടാണ് ഇവിടെ കളരിയിൽ വന്ന് വിവാഹത്തിന് ശേഷം കളരിയിൽ വന്ന് ജോയിൻ ചെയ്തതിന് ശേഷം അദ്ദേഹം തന്നെയാണ് ഗുരു. ഉപാസന മന്ത്രവും ദീക്ഷയൊക്കെ തന്നത് അദ്ദേഹം തന്നെയാണ്. അപ്പോൾ ഈ ഒരു പാതയിലേക്ക് എനിക്ക് വരാൻ വളരെ ഇഷ്ടമുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ ഒപ്പം തന്നെ നിന്ന് എല്ലാം ചെയ്യാൻ സാധിച്ചതിൽ വളരെയധികം ഭാഗ്യമായിട്ട് കരുതുകയാണ്. വിനോദ്ജി പറഞ്ഞു സ്ത്രീകൾക്ക് ഒരുപാട് പ്രാധാന്യമുള്ള കളരിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കറിയാം ഭാരതത്തിന്റെ പൈതൃകത്തിലും സ്ത്രീക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അതിൽ ഒരുപാട് സന്തോഷം തോന്നാറില്ലേ? വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ കളരിയിൽ പ്രത്യേകിച്ച് പാണ്ഡവ ശൈലി, അതിൽ ദക്ഷിണ ചടങ്ങ് മുതൽ സ്ത്രീകൾക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. സ്ത്രീകളാണ് കൂടെ നിന്ന് ഒപ്പം എല്ലാം ചെയ്യിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് സ്ത്രീകൾക്ക് പ്രാധാന്യം കുറവ് അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടുന്നു എന്നുള്ള രീതിയിൽ പറയുന്ന ഇതിൽ നമ്മുടെ കളരിയിൽ അതിന് എല്ലാവർക്കും സ്ത്രീകൾക്കും പുരുഷനും എന്നാൽ ഒരുപടി മുന്നിൽ സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. നമ്മുടെ ആചാരങ്ങളും അവിടുത്തെ രീതികളെല്ലാം അങ്ങനെ തന്നെയാണ്. മകൻ കൂടിയുണ്ട് നമുക്കൊപ്പം. എങ്ങനെയാണ് അച്ഛൻ്റെ പാതയെ പിന്തുടരുമ്പോൾ അല്ലെങ്കിൽ ഈ ആചാരങ്ങളുടെയൊക്കെ ഭാഗമാകുമ്പോൾ ഉണ്ടാകുന്നൊരു അനുഭവം? ഞാൻ അച്ഛൻ്റെ പോലെ തന്നെ ഇതുപോലെ 7-8 വയസ്സ് തൊട്ടിട്ട് ഇതുപോലെ അച്ഛൻ്റെ ഒപ്പം തന്നെ പൂജയിലൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ഓരോ മന്ത്രങ്ങളും ഇതൊക്കെ കാണാതെ പഠിക്കലും പിന്നെ ഇപ്പോൾ പൂജ ഒരുമിച്ച് ചെയ്യുക അതൊക്കെ വലിയൊരു ഭാഗ്യമാണ് അച്ഛൻ്റെ ഒപ്പം ചെയ്യാമെന്ന് പറയുമ്പോൾ. തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മൾ ഒരുപാട് കുഞ്ഞുങ്ങളെയാണ് അങ്ങേക്കൊപ്പം കണ്ടത്. എന്ന് വെച്ചാൽ ചെറിയ പ്രായമുള്ള ആളുകളാണ്. അപ്പം പുതിയ തലമുറ ഇതിനെ ഏറ്റെടുക്കുന്നുണ്ട് എന്നുള്ളതല്ലേ? അത് പഴയ കാലത്ത് പെട്ടെന്ന് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളുന്നില്ല. അപ്പോൾ അന്നത്തെ കാലത്ത് അത് മനസ്സിലാവാൻ ചിലപ്പോൾ കഥകളുടെ രൂപത്തിലോ അങ്ങനെ ഊർജ്ജങ്ങൾക്കൊക്കെ ഒരു പേര് കൊടുത്ത് ആ രൂപത്തിലൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം. ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് പറയുമ്പോഴേക്കും അത് മനസ്സിലാവും. ഇപ്പോൾ ഇന്ന് എനർജി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പെട്ടെന്ന് നല്ല എനർജി അങ്ങനെ ഫീൽ ഉണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ കളരിയിൽ കുട്ടികൾക്ക് ഞങ്ങൾ ജീവിതശൈലികൾ പറഞ്ഞു കൊടുക്കും. അതേപോലെ തന്നെ കളരിയിൽ ചെയ്യുന്ന ആചാരങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് പറഞ്ഞു കൊടുക്കും. അത് എന്നിട്ട് നിങ്ങളത് അനുഭവിച്ചറിയാം, അതിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോയെന്ന് അറിയാം. എന്നിട്ട് മാത്രം നിങ്ങൾ ഇതിലേക്ക് വന്നാൽ മതി എന്ന് പറയും. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നത് മാത്രം സ്വീകരിക്കുകയാണ്. അപ്പോൾ അവർ സന്തോഷത്തോടു കൂടി വന്നതാണ്. ഇതൊരു ചെറിയൊരു ഭാഗം മാത്രമായിട്ടുള്ള അവരെ ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് ഞാൻ അറ്റൻഡ് ചെയ്യിപ്പിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളത്. അത് വളരെ കുറച്ച് സമയം കൊണ്ട് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അവർക്ക് ഇത്രയും താല്പര്യത്തോടു കൂടി വന്നതാണ്. ആരെയും നിർബന്ധിച്ചിട്ടല്ല. പിന്നെ അവരുടെ വീട്ടിലാണെങ്കിലും എല്ലാവർക്കും സന്തോഷത്തോടു കൂടിയിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അവർക്ക് വ്യക്തമാവുന്ന രീതിയിൽ നമ്മൾ ഉത്തരം പറഞ്ഞു കൊടുത്താൽ ഇന്നൊന്നും നഷ്ടപ്പെട്ടു പോവില്ല. എല്ലാം ആവശ്യമുള്ളതാണെന്ന് മനസ്സിലായാൽ അത് നിലനിർത്താൻ പറ്റും. സ്വാമിജി, നമുക്കറിയാം അദ്ദേഹം പറഞ്ഞത് വളരെ വലിയൊരു പോസിറ്റീവ് എനർജി നമുക്ക് ഇവിടെ ഈ യാഗശാലയിൽ കുറച്ച് ദിവസങ്ങളായി നമ്മൾ അനുഭവിക്കുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന എല്ലാ യാഗങ്ങളും പൂജകളും എല്ലാം സമൂഹ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. സമൂഹമാണ് നമുക്ക് പ്രഥമ സ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പോൾ ഈ യാഗം സമൂഹത്തെ എങ്ങനെയാണ് സഹായിക്കാൻ പോകുന്നത്?
നോക്കൂ, ഞാൻ എല്ലായ്പ്പോഴും പറയുന്ന സമൂഹം എന്ന് പറയുന്ന വ്യക്തികളാണ്. ഒരു വ്യക്തികൾക്കൂടെ സമൂഹം ഉണ്ടാവുള്ളൂ. ഇവിടെ വരുമ്പോൾ നോക്കിയാൽ മതി എല്ലാവരും എങ്ങനെയാണ് സ്വീകരിക്കുന്നതെന്ന്. ഓരോ വ്യക്തിയും ഇപ്പോൾ പറഞ്ഞത് അടുത്ത പ്രാവശ്യം ഇതിനേക്കാളും നല്ലതാണെന്നാണ്. അപ്പോൾ ഇന്ന് കൊടുത്തിരിക്കുന്ന എനിക്ക് തോന്നുന്നു 15 ദിവസത്തോളമായി ഓരോ ക്രിയകളും ചെയ്യുമ്പോഴത്തേക്കും അടുത്ത വട്ടം ഇതിനേക്കാളും നല്ലത് വേണമെന്ന് പറഞ്ഞ് സ്വീകരിക്കുന്ന ജനതയാണ്. അപ്പോൾ ആളുകൾ നന്നായാൽ സമൂഹം നന്നായി. അതുകൊണ്ട് എന്ത് എഫക്റ്റ് വരുമെന്ന് ചോദിച്ചാൽ ഒരു വ്യക്തി നന്നായാൽ സമൂഹം നന്നായി. അതുകൊണ്ട് ഉറപ്പായിട്ട് ഇത് അടുത്ത പ്രാവശ്യം എനിക്ക് തോന്നുന്നു ഗംഭീരമായിട്ട് മറ്റൊരാൾ നടത്തിയിരിക്കും, ഉറപ്പാണ്. തീർച്ചയായിട്ടും. എന്തായാലും ഒരുപാട് നന്ദി, സന്തോഷം, താങ്ക് യു. ഇത്തരത്തിലുള്ള വൈവിധ്യമാർന്ന പൂജകൾ കൊണ്ടും യാഗങ്ങൾ കൊണ്ടും യജ്ഞശാല എന്നും വളരെയധികം പോസിറ്റീവായ ഒരു എനർജിയിൽ സമ്പന്നമായി ഇരിക്കുകയാണ്. മറ്റു പൂജകളുടെയും യാഗങ്ങളുടെയും വിശേഷങ്ങളുമായി വീണ്ടും കാണാം.